2025 ജനുവരി മാസം സംസ്ഥാന രാഷ്ട്രീയത്തിൽ മാറ്റത്തിന്റെ കൊടുങ്കാറ്റായി കോൺഗ്രസ് തരംഗം വീശിയടിക്കുന്നതിന് ഒരു വർഷം മുൻപ് സംസ്ഥാനത്ത് പാർട്ടിയുടെ രാഷ്ട്രീയകാര്യ സമിതിയിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഒരു പദ്ധതി മുന്നോട്ട് വയ്ക്കുന്നു. പ്ലാൻ 63. 2001 കോൺഗ്രസ് നേടിയ 63 മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുമെന്ന സതീശന്റെ അന്നത്തെ അഭിപ്രായം പക്ഷേ രാഷ്ട്രീയകാര്യ സമിതിയിൽ വലിയ കോളിളക്കങ്ങൾ ഉണ്ടാക്കി. ഇതാര് എവിടെ ചർച്ച ചെയ്ത് തീരുമാനിച്ചെന്ന് പറഞ്ഞ് സതീശന്റെ പ്ലാൻ 63യെ ഏറ്റവും അധികം വിമർശിച്ചത് വണ്ടൂരിൽ നിന്നുള്ള നിയമസഭാംഗവും കോൺഗ്രസിന്റെ മുതിർന്ന നേതാവുമായ AP അനിൽകുമാർ അടക്കമുള്ള ഒരു വിഭാഗമാണ്. പാർട്ടിയിൽ കൂടിയാലോചിക്കാതെ ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ എടുക്കുന്ന ശൈലിയുടെ ഭാഗമായാണ് സതീശന്റെ ഈ പ്ലാൻ എന്നായിരുന്നു വിമർശനങ്ങൾ. എന്നാൽ വി.ഡിയുടെ ആ പ്ലാൻ ഹൈക്കമാൻഡ് അംഗീകരിച്ചു. വിമർശനങ്ങൾ ശ്രദ്ധിക്കാതെ മുന്നോട്ടു പോകാൻ ഹൈക്കമാൻഡ് വീശിയ ആ പച്ചക്കൊടി കോൺഗ്രസിനെ എത്തിച്ചത് ഐതിഹാസികമായ ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിൽ. അന്നത്തെ പ്ലാൻ 63 പോലെ കടുകിട തെറ്റാതെ കോൺഗ്രസ് ഒരു വർഷത്തിനപ്പുറം നേടിയതാകട്ടെ 63 സീറ്റുകളും. ഗ്രൂപ്പ് സമവാക്യങ്ങളിലെ അപ്രസക്തിയെ തന്റെ ഇടം കൊണ്ട് നേരിട്ട വി.ഡി. സതീശന്റെ നേതൃത്വം സംസ്ഥാനത്ത് കോൺഗ്രസിന് പുതുജീവനേകുമ്പോൾ ആ ത്യാഗവും പരിശ്രമവും കാണാതെ കറിവേപ്പിലയാക്കാൻ തുനിഞ്ഞിറങ്ങുന്നത് പ്രസ്ഥാനത്തിനുള്ളിലെ കൃമികീടങ്ങളാണ് എന്നുള്ളത് തന്നെയായിരിക്കും വി.ഡി. സതീശൻ എന്ന നായകന്റെ ഏറ്റവും വലിയ വേദനയും. VSനെ മുന്നിൽ നിർത്തി മുഖ്യമന്ത്രി കസേരയിലേക്ക് നടന്നു കയറിയ പിണറായി രീതിയിൽ സതീശനും തിരസ്കരിക്കപ്പെടുമ്പോൾ ഓരോ കോൺഗ്രസ് പ്രവർത്തകനും രോഷം കൊള്ളുന്നത് കൺമുന്നിലെ ഈ നീതികേട് ന്യായീകരിക്കാനാവാത്തത് കൊണ്ട് തന്നെ. ഒരിക്കലും ഗ്രൂപ്പിനെ വളർത്താൻ ശ്രമിച്ച നേതാവല്ല സതീശൻ. സംഘടനയെ വളർത്താൻ സഭയ്ക്കുള്ളിൽ പ്രതിപക്ഷത്തിന്റെ നാവായി കോട്ടകെട്ടിയ ഭരണപക്ഷ ബെഞ്ചിന് മുന്നിൽ നെഞ്ചിവിരിച്ച് നെറുകേടുകൾ ചൂണ്ടിക്കാട്ടിയ ഒരേയൊരു നായകൻ വടശ്ശേരി ദാമോദരൻ മകൻ സതീശൻ. സംസ്ഥാനത്ത് തന്റെ നേതൃത്വം പരാജയപ്പെട്ടാൽ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന് നെഞ്ചുവിരിച്ചു പറഞ്ഞ സതീശൻ ഇന്ന് അതേ പ്രസ്ഥാനത്തെ വിജയപീഠത്തിലേറ്റി ഗ്രൂപ്പ് മത്സരങ്ങളിൽ അപ്രസക്തനായി വനവാസിതനായാൽ ആ നെറുകേട് കേരള രാഷ്ട്രീയം കണ്ട ഏറ്റവും വലിയ നന്ദികേടാകുമെന്നുള്ളത് തീർച്ചയാണ്. ഇതാദ്യമായല്ല സതീശൻ സ്വന്തം പാളയത്തിൽ ശത്രുവാകുന്നത്. രാഷ്ട്രീയ ജീവിതത്തിൽ പരിശ്രമം കൊണ്ട് പ്രസ്ഥാനത്തെ നെഞ്ചിലേറ്റിയിട്ടും അർഹമായ പരിഗണനകൾ അന്നും ഇന്നും അന്യമായ നേതാവ്. കപ്പിനും ചുണ്ടിനുമിടയിൽ വഴുതിപ്പോയ പദവികളും നിരവധിയാണ്. ഏറ്റവും അർഹനായിട്ടും KSU യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനങ്ങൾ, ഒടുവിൽ KPCC പ്രസിഡന്റ് സ്ഥാനം, അർഹമായ മന്ത്രിസ്ഥാനം. ഇപ്പോഴിതാ ജനാധിപത്യത്തിന്റെ പോരാട്ട ഭൂമിയിൽ പിന്നിൽ നിന്ന് അമ്പേറ്റ പോരാളിയായി വീടി നിൽക്കുമ്പോൾ അദ്ദേഹം ഒറ്റയ്ക്കല്ല. ഗ്രൂപ്പ് സമവാക്യങ്ങൾക്കപ്പുറത്ത് പൊതുജനം സംഘം ചേർന്ന് പരിചയ പോലെ പ്രതിരോധത്തിന്റെ കോട്ട കെട്ടുന്നു. എറണാകുളം നെട്ടൂർ വടശ്ശേരി ദാമോദര മേനോൻ വിലാസിനി ദമ്പതികളുടെ മകനായി ജനിച്ച വി.ഡിയുടെ രാഷ്ട്രീയത്തെ ജ്വലിപ്പിച്ചത് KSU രാഷ്ട്രീയമാണ്. തേവര SH കോളേജിലെ വിദ്യാഭ്യാസകാലം പുതിയൊരു രാഷ്ട്രീയ നേതാവിന്റെ ഉദയമായിരുന്നു. രാജഗിരി കോളേജിലെ പഠനകാലത്ത് MG യൂണിവേഴ്സിറ്റിയുടെ യൂണിയൻ ചെയർമാൻ സ്ഥാനത്തേക്കും വി.ഡി. സതീശൻ കടന്നുവന്നു. എന്നാൽ പ്രസ്ഥാനത്തിനുള്ളിൽ സ്വന്തമായി ഒരു ഗോഡ് ഫാദർ ഇല്ലാതിരുന്നതിനാൽ തന്നെ ആ മികവുകളെല്ലാം പ്രസ്ഥാനത്തിന്റെ യുവജന നേതൃത്വത്തിലേക്കുള്ള വാതിൽ അദ്ദേഹത്തിന് മുന്നിൽ കൊട്ടിയടച്ചു. സ്ഥാനങ്ങൾ ഭ്രമിപ്പിക്കാത്ത ആ തുടക്കമാണ് സതീശന്റെ ഏറ്റവും വലിയ മേന്മ. അടിച്ചമർത്തലുകളിലും പരിഭവമോ പരാതികളോ ഇല്ലാതെ കർമ്മമണ്ഡലത്തിൽ അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. തിരുവനന്തപുരം ലോ അക്കാദമിയിൽ നിന്ന് നിയമബിരുദം നേടിയ അദ്ദേഹം ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ആരംഭിച്ചു. കോൺസ്റ്റിറ്റ്യൂഷണൽ ലോയിൽ സുപ്രീം കോടതിയിൽ പ്രാക്ടീസ് ചെയ്യണമെന്ന ആഗ്രഹത്തിൽ മുന്നോട്ട് പോകുന്നതിനിടെ വി.ഡിയെ കാലം വീണ്ടും സജീവ രാഷ്ട്രീയത്തിലേക്ക് എത്തിച്ചു. NSU ദേശീയ സെക്രട്ടറി സ്ഥാനത്തേക്ക് വി.ഡിയുടെ പേര് മുന്നോട്ട് വെച്ചത് കോൺഗ്രസ് നേതാക്കളായ G. കാർത്തികേയനും രമേശ് ചെന്നിത്തലയുമാണ്. സതീശനെ പോലൊരു പോരാളിയെ പടിക്ക് പുറത്ത് നിർത്തുന്നത് പ്രസ്ഥാനത്തിന് കടുത്ത നഷ്ടമാകുമെന്ന മുതിർന്ന നേതാക്കളുടെ തിരിച്ചറിവാണ് അദ്ദേഹത്തെ NSU നേതൃനിരയിൽ എത്തിച്ചത്. 1996 നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് സതീശനെ തേടി പറവൂരെന്ന നിയോഗമെത്തി. ഇടതുകോട്ടയായ പറവൂരിലേക്ക് വന്നു കയറിയ സതീശന് മണ്ഡലത്തിലെ യാഥാർത്ഥ്യം ഒരു ബാലികേറാമലയായിരുന്നു. 1980 ശേഷം ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ഒഴിച്ച് തുടരെ പരാജയങ്ങൾ മാത്രം രുചിച്ചുകൊണ്ടിരുന്ന മണ്ഡലത്തിലേക്ക് സതീശനെ നിയോഗിച്ചത് AK ആന്റണി ആയിരുന്നു. മണ്ഡലത്തിൽ ജനകീയനായ സിറ്റിംഗ് MLA P. രാജുവിനെ ഒരു എതിരാളിയെയല്ല നവാഗതനായ സതീശൻ എന്ന് ഇടത് ക്യാമ്പുകൾ ഒന്നടങ്കം പറഞ്ഞു. പ്രചാരണത്തിന് ലഭിച്ച പരിമിതമായ സമയത്തിൽ പറവൂരിന്റെ ഹൃദയത്തിലേക്ക് വേരിറങ്ങാൻ വി.ഡിക്ക് കഴിഞ്ഞു. പക്ഷേ ഇടതുകോട്ടയായ പറവൂരിൽ വെറും 1116 വോട്ടുകൾക്ക് അദ്ദേഹം ആദ്യ നിയമസഭാ മത്സരത്തിൽ പരാജയപ്പെട്ടു. തോൽവിയിൽ പിന്മാറാൻ അദ്ദേഹം പക്ഷേ തയ്യാറായില്ല. പിന്നീടുള്ള 5 വർഷം പരിമിതികളിൽ നിന്ന് പഠിച്ചു. മണ്ഡലത്തിലെ വീടുകളിലെത്തി ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് സജീവമായി പൊതുപ്രവർത്തനം തുടർന്നു. 2001 വീണ്ടും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് കേരളത്തിൽ കളമൊരുങ്ങി. സ്ഥാനാർത്ഥിത്വത്തിനായി പലരും പറവൂരിലേക്ക് വണ്ടി കയറിയെങ്കിലും സതീശൻ 5 വർഷം കൊണ്ട് നേടിയെടുത്ത ജനപിന്തുണ നിസാരമായിരുന്നില്ല. ആ ഒരു തിരിച്ചറിവിൽ അവരെല്ലാം പിൻവാങ്ങി. തന്നെ തോൽപ്പിച്ച P. രാജു എന്ന രാഷ്ട്രീയ എതിരാളിക്ക് യഥാർത്ഥ വി.ഡി. സതീശൻ ആരെന്ന് ജനം കാട്ടിക്കൊടുത്ത നിയമസഭാ മത്സരമായിരുന്നു അത്. ഇത്തവണ 7434 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ
പറവൂരിലെ ജനത അവരുടെ പുതിയ നാഥനെ തെരഞ്ഞെടുത്തു. വി ഡി സതീശൻ നിയമസഭയിലേക്ക്. തൊണ്ണൂറ്റിയൊൻപത് സീറ്റുകളുടെ മേന്മയിൽ ഭരണത്തിലേറിയ എ കെ ആന്റണി സർക്കാരിന് ഏറ്റവും വലിയ വെല്ലുവിളി പാളയത്തിനുള്ളിൽ തന്നെയായിരുന്നു. ആന്റണി ഉമ്മൻചാണ്ടി പക്ഷം ഒരു വശത്തും കെ കരുണാകരന്റെ മറുഗ്രൂപ്പ് എതിർചേരിയിലും പ്രസ്ഥാനത്തിനുള്ളിൽ പോരെടുത്തു. അന്നും യാതൊരു ഗ്രൂപ്പിന്റെയും ഭാഗമാവാതെ തന്നെ വിശ്വസിച്ച പറവൂരിലെ ജനങ്ങളുടെ ശബ്ദമായി വി ഡി നിയമസഭയിൽ നിറഞ്ഞു. ഗ്രൂപ്പ് തർക്കത്തിൽ നിലയില്ലാ കയത്തിലേക്ക് വീണ കോൺഗ്രസിന്റെ ദൗർബല്യങ്ങൾ മുതലെടുത്ത വി എസ് അച്യുതാനന്ദന്റെ നേതൃത്വത്തിൽ ഇടതുമുന്നണി അധികാരത്തിലെത്തിയ അടുത്ത തെരഞ്ഞെടുപ്പിലും പറവൂർ സതീശനെ കൈവിട്ടില്ല. ആ വിശ്വാസം നിയമസഭയിൽ കാത്ത സതീശൻ ഒറ്റയ്ക്കൊരു പ്രതിപക്ഷമായി. സർക്കാരിന്റെ തെറ്റായ നയങ്ങളിൽ വാക്കുകളിൽ മൂർച്ചയായ വി ഡിയുടെ സ്വരം നിയമസഭയുടെ അകത്തളങ്ങളിൽ പ്രതിധ്വനിച്ചു. പരന്ന വായനയും വിഷയങ്ങൾ പഠിച്ചവതരിപ്പിക്കുന്ന കഴിവും സഭയിൽ ആളെണ്ണത്തിൽ കുറവുള്ള ദൗർബല്യത്തിലും പ്രതിപക്ഷത്തിന്റെ കരുത്തായി. അന്നത്തെ ധനകാര്യമന്ത്രി തോമസ് ഐസക്കിനെ ലോട്ടറി വിവാദത്തിൽ വാക്കുകൾ കൊണ്ട് വെള്ളം കുടിപ്പിച്ച ആ ഒരു സംവാദം വി ഡി സതീശൻ എന്ന പറവൂർ MLA കേരള രാഷ്ട്രീയത്തിൽ അടയാളപ്പെടുത്തി. 2011 ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ വീണ്ടും കോൺഗ്രസ് അധികാരത്തിൽ വന്നു. കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെ നിയമസഭയിൽ വെള്ളം കുടിപ്പിച്ച വി ഡി സതീശൻ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ അംഗമാകുമെന്ന് എല്ലാവരും കരുതിയതാണ്. പക്ഷേ സംഭവിച്ചത് മറ്റൊന്നാണ്. ഗ്രൂപ്പ് ശക്തിപ്രകടനങ്ങളിൽ അർഹതയില്ലാത്തവർ വരെ മന്ത്രിസ്ഥാനത്തേറിയപ്പോൾ വി ഡി സതീശൻ മാത്രം അവഗണിക്കപ്പെട്ടു. പാർട്ടി മുന്നോട്ട് വെച്ച സ്പീക്കർ സ്ഥാനം ഏറ്റെടുക്കാതെ, സാധാരണ ഒരു MLA ആയി നിലപാടുകളിൽ വെള്ളം ചേർക്കാതെ വി ഡി വീണ്ടും നിയമസഭയിൽ നിറഞ്ഞു. പരമ്പരാഗത രാഷ്ട്രീയ വിഷയങ്ങൾക്കപ്പുറം മനുഷ്യനും പരിസ്ഥിതിക്കും വേണ്ടി സംസാരിച്ച വി ഡി ഹരിത MLA മാറുന്ന പുതിയ ജനുസിലൊന്നായി. രമേശ് ചെന്നിത്തല ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ആഭ്യന്തരമന്ത്രിയായപ്പോൾ ഒഴിവുവന്ന KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സതീശന്റെ പേര് നിറഞ്ഞു നിന്നു. പക്ഷേ അർഹതയുള്ള സ്ഥാനമായിരുന്നിട്ടും ജൂനിയറായ ഒരാളെ സുപ്രധാന പദവിയിൽ അവരോധിക്കുന്നതിൽ പാളയത്തിൽ തന്നെ ഒരു പട രൂപപ്പെട്ടപ്പോൾ ആ സ്ഥാനം VM സുധീരനിലേക്കെത്തി. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വീണ്ടും തകർന്നടിഞ്ഞപ്പോഴും വി ഡി പറവൂരിൽ ഭൂരിപക്ഷം ഉയർത്തി. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ നിയമസഭയിൽ ഔദ്യോഗികമായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആയിരുന്നുവെങ്കിലും വി ഡി സതീശൻ തന്നെയായിരുന്നു പ്രതിപക്ഷ നിരയുടെ നാവായത്. അനീതികളിൽ വാക്കുകൊണ്ട് തീകോരിയിട്ട സതീശന്റെ നിയമസഭാ പ്രകടനങ്ങളിൽ ഇടത് ഗവൺമെന്റും പലവട്ടം പ്രതിരോധത്തിലായി. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തുടർഭരണം നേടിയ പിണറായി ഗവൺമെന്റ് വീണ്ടും അധികാരത്തിലെത്തി. പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വീണ്ടും ചെന്നിത്തലയുടെ പേരായിരുന്നു മുൻപന്തിയിൽ. എങ്കിലും സഭയിലെ സതീശന്റെ പ്രകടനങ്ങളിൽ വിശ്വസിച്ച ഹൈക്കമാൻഡ് ഉയർന്നുവന്ന എതിർപ്പുകളെല്ലാം അവഗണിച്ച് സതീശനെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് നിയോഗിച്ചു. ആ തീരുമാനം തെറ്റിയില്ലെന്ന് തന്റെ നിയമസഭാ പ്രകടനങ്ങൾ കൊണ്ട് തന്നെ സതീശൻ തെളിയിച്ചു. ഇക്കാലയളവിനിടെ സംസ്ഥാനത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ ഒന്നിൽ പോലും കോൺഗ്രസ് പരാജയം അറിഞ്ഞില്ല. ഒടുവിലെത്തിയ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് മുന്നേറ്റമുണ്ടാക്കുമ്പോൾ അതിലെല്ലാം ഉണ്ടായിരുന്നു ഒരു വി ഡി സതീശൻ എഫക്ട്. പ്രസ്ഥാനത്തിനുള്ളിലെ നീതികേടുകളിൽ നടുവളച്ചു നിൽക്കുന്നവനല്ല എന്ന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലും എടുത്ത നിലപാടുകളിൽ അദ്ദേഹം അടിവരയിട്ടു. പ്രീണന രാഷ്ട്രീയത്തിന് അതീതമായി നിലപാടെടുത്ത സതീശൻ സമുദായ നേതാക്കൾക്ക് അനഭിമതനായി. 2021 തെരഞ്ഞെടുപ്പിൽ തകർന്നടിഞ്ഞ് നിരാശയിലാണ്ട കോൺഗ്രസ് പ്രവർത്തകരോട് അന്ന് സതീശൻ പറഞ്ഞതാണ്, നമ്മൾ തിരിച്ചു വരും. ആ വാക്കുകൾ അക്ഷരം പ്രതിപാലിച്ച് വീണ്ടും ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിലെത്തുമ്പോൾ മുൻകാലങ്ങളിൽ സ്വന്തം പ്രസ്ഥാനത്തിനുള്ളിൽ താൻ നേരിട്ട് വന്ന അതേ അവഗണനകളുടെ തീക്കനലുകൾക്ക് മീതെയാണ് വി ഡി സതീശന്റെ സഞ്ചാരം. ഇടതാഭിമുഖ്യമുള്ള ഒരു മണ്ഡലം കാൽനൂറ്റാണ്ടുകാലം കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്ത ആ നിലപാടുകൾ വീണ്ടും തിരസ്കരിക്കപ്പെട്ടാൽ അത് കേരള രാഷ്ട്രീയം കണ്ട ഏറ്റവും വലിയ നീതികേടായിരിക്കുമെന്നുള്ളതിൽ സംശയമില്ല.